ചെങ്കൽ പാറക്കെട്ടുകൾക്കിടയിൽ ഹരിത വിപ്ലവത്തിന്റെ പുത്തൻ ഗാഥകൾ രചിച്ച ഒരു കർഷകനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രകൃതി സംരക്ഷണത്തിന്റെ ബനവാസി കാഴ്ചകൾ. കാസർഗോഡ് നീർച്ചാലിലേക്ക് എത്തുന്നത് ദിവസവും നിരവധി പേരാണ്. പച്ചപ്പട്ടണിഞ്ഞു കിടക്കുന്ന ഈ കൃഷിഭൂമി ഒരു കാലത്ത് കേവലം ഒരു തരിശുനിലമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നാരും വിശ്വസിക്കില്ല. അക്വേഷ്യ മരങ്ങൾ ഉണ്ടായിരുന്ന ഇവിടെ ഫലഭൂയിഷ്ടമാക്കിയത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ രത്നാകര മല്ലമൂലയുടെ അധ്വാനമാണ്. മൂന്ന് നാല് വർഷം മുമ്പാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വന്നത്. ഇത് ചെങ്കൽ പാറയുടെ വലിയ കോട്ടയാണ്. വെള്ളത്തിൻ്റെ അംശങ്ങൾ തീരെ ഇല്ലാത്ത, ബോർവെല്ലിന് വെള്ളം കിട്ടാത്ത ഒരു സ്ഥലമാണ്. പിന്നെ അക്കേഷ്യയുടെ വലിയ കാടായിരുന്നു. അതിൻ്റെ വേരുകൾ എത്രയോ ഈ മണ്ണിൻ്റെ അടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഒരു കൃഷി സ്ഥലമാക്കി മാറ്റണമെന്ന് പറഞ്ഞ ഒരു വലിയൊരു എഫേർട്ടിൻ്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന ഈ പച്ചപ്പ്. മഴവെള്ളം ശേഖരിച്ചാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. നെല്ലും വാഴയും കവുങ്ങും മാത്രമല്ല, ചോളവും തുവരയും ചെറുപയറുമെല്ലാം ഇവിടെ വിളയുന്നു. പഴങ്ങളും പച്ചക്കറികളും നിറഞ്ഞ ഈ കൃഷിയിടം പൂർണ്ണമായി പ്രവർത്തിക്കുന്നത് സൗരോർജത്തിന്റെ സഹായത്തോടെയാണ്. നമ്മൾ ഒരു ഏക്കർ സ്ഥലത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റൂ കൃഷിയായിട്ട് ബന്ധപ്പെട്ടത്, കുറച്ച് സ്ഥലത്തായെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഒരു മാതൃക രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ വരുന്നത്. പ്രകൃതിയുടെ നല്ല പാഠങ്ങൾ പുതുതലമുറകൾക്ക് ചൊല്ലിക്കൊടുത്ത് രത്നാകരയും വനവാസിയും ഇവിടെ തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷാണ് നമ്മുടെ കൂടെയുള്ളത്. സാരംഗ്, മണ്ണിനെ അറിയാവുന്ന മനുഷ്യനാണ്. ആ അറിവുകൾ ഓരോ തലമുറയിലേക്കും പകർന്നു കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അങ്ങനെയുള്ള മനുഷ്യനാണ് മണ്ണിനെ തന്നെ സ്നേഹിച്ച് തരിശു ഭൂമിയായി കിടന്നെടുത്ത് പൊന്നു വിളയിച്ചത്. ശരിക്കും വനവാസി എന്നുള്ളത് അത്ഭുതമാണല്ലേ? പൊതുവെ കേരളത്തിലെ ഒരു സംസ്കാരവും രീതിയും നമ്മൾ തുടർന്നു വരുന്നൊരു സമ്പ്രദായമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ആളുകൾ ആ രീതിയിൽ നിന്ന് തന്നെ മാറി അവർക്ക് പാരമ്പര്യമായി പൈതൃകമായി പകർന്നു കിട്ടിയ കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി നിരാകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ എത്തുന്ന സമയത്ത് രത്നാകർ സാർ ആ രീതിയിലുള്ള ഒരാളല്ല. ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസിലെ ഗവൺമെൻറ് ക്യാമ്പസിന് ആ സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ മുൻപുണ്ടായിരുന്ന ആളുകൾ, അച്ഛനും അമ്മയൊക്കെ തന്നെ പകർന്നു കൊടുത്ത സന്ദേശം അതുപോലെ തന്നെ നിലനിർത്തി പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത്ര വലിയൊരു ചെങ്കൽ പാറയുടെ മുകളിൽ അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു കൃഷി ഇടം ഒരുക്കാനായിട്ട് കഴിയുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന സാധനങ്ങൾ മാത്രമല്ല, നല്ല രീതിയിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടും സ്റ്റാർ ഫ്രൂട്ട് പോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ചോളം വിളയിച്ചെടുക്കാൻ സാധിക്കുന്നു. ചെറുപയറും തുവരയടക്കമുള്ള കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ്. അത് തന്നെ കൃത്യമായി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഫാം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിൻ്റെ ആ ഒരു പേരിൽ തന്നെ ആ ഒരു കൗതുകം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വനവാസി എന്നതാണ് ആ ഫാമിൻ്റെ പേര്. അവിടെ സൗരോർജ്ജം ഉപയോഗിച്ചിട്ടാണ് മുഴുവൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മഴവെള്ള സംഭരണിയിലെ വെള്ളം ഉപയോഗിച്ചാണ് കൃഷി കൃത്യമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഒട്ടേറെ ആളുകൾ വരുന്നുണ്ട് അങ്ങോട്ടേക്ക്. കാരണം നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയും അതോടൊപ്പം തന്നെ തനിക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടിയിട്ടുള്ള ആ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട അറിവുകളും ഒക്കെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ടാണ് സാർ ഈ രീതിയിൽ കൃഷി ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ബലം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം എന്നുള്ളതല്ല, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു മാനസികമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം. കാരണം എത്രത്തോളം വലിയൊരു ജോലി സമ്മർദ്ദവും അതിൻ്റെതായിട്ടുള്ള വിഷമതകളൊക്കെ തന്നെ ഉണ്ടാവുന്ന സമയത്ത് അപ്പോഴും അദ്ദേഹത്തിന്റെ അധ്വാനത്തെ കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത് അല്ലേ രത്നാകര സാർ? ശരിക്കൊരു അത്ഭുതം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ചെങ്കൽ പാറക്കെട്ടുകൾ നിറഞ്ഞ ഇടത്തു നിന്നാണ് ഇങ്ങനെ പച്ചപ്പണിച്ചുകൊണ്ട് ആ ഭൂമിയെ മാറ്റിയെടുത്തിരിക്കുന്നത്. ശരി സാരംഗ.